ഞാൻ ചില കഥകൾ ഇവിടെ പറയുമ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നവരെ പറ്റിയിട്ട് ഇങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് ആ ജോലിയിൽ ചെയ്യുന്നവരൊക്കെ അങ്ങനെയാണോ അങ്ങനെ ചോദിക്കരുത് കേട്ടോ. അതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. എന്തിനാന്ന് വെച്ചാൽ അത് ആ സംഭവത്തിൽ ആ നടന്ന കഥയിൽ അങ്ങനെ ആ ജോലി ചെയ്യുന്നവരുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ആമുഖം എന്തിനാണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്റ്റോറി അതുപോലെ ഒരു സ്റ്റോറിയാണ്. എയർ ഇന്ത്യയിൽ എയർ ഹോസ്റ്റസ് ആയിരുന്ന ഒരു ലേഡി, ഒരു 40 ഇയേഴ്സ് ആയിട്ടുണ്ടാകും. പുള്ളിക്കാരത്തി അൺമാരീഡ് ആണ്. സോ അന്നൊക്കെ 90s എയർ ഇന്ത്യ മാത്രമേ ഉള്ളല്ലോ ഇങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്നത്. സോ എയർ ഇന്ത്യയിൽ എപ്പോഴും ഫ്രീക്വൻറ്റ് ഫ്ലയർ ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ഈ ലേഡീനെ പ്രപ്പോസ് ചെയ്യാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിക്കുകയാണ്. അവർ നല്ലൊരു സ്ത്രീയാണ്, കാരണം അവർ ഇത്രയും വർഷം അവർ അതിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന എത്രയോ ആളുകളെ അവർ കണ്ടിട്ടുണ്ട്, ബിസിനസ് ക്ലാസ്സിലൊക്കെ ട്രാവൽ ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ മാരീഡ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഡിവോഴ്സ് പ്രൊസീഡിങ്സിലാണ്, കാരണം എൻ്റെ വൈഫ് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കല്യാണം കഴിച്ചു. മീൻസ് കല്യാണം അല്ല, ഇങ്ങനെ അഫെയർ ആയിട്ട് പോയി. അതുകൊണ്ട് നൗ ഷീസ് ലിവിങ് വിത്ത് ഹിം. എപ്പോഴത്തെ കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 90s മേ ബി അത് അവർക്ക് അവരുടെ ഹൈ ക്ലാസ് ഫാമിലിയിൽ അക്സെപ്റ്റബിൾ ആയിരുന്നിരിക്കാം. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. അതിന് ഞാൻ ആളല്ല കേട്ടോ പറയാനായിട്ട്. ഞാൻ ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്, അവർക്ക് എന്തോ ആയെന്ന് പറയാനായിട്ട്. അതിനകത്തൊരു മകളും ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇയാൾക്കൊരു മകളും ഉണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നിട്ട് പിന്നെ പോയി അവരുടെ ഡിവോഴ്സ് പ്രൊസീഡിങ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ എയർ ഹോസ്റ്റസ് ഇവരെ വിവാഹം കഴിച്ചിട്ട് അവർ അതുപോലെ തന്നെ എയർ ഹോസ്റ്റസ് ആകുമ്പോൾ അവർ പല പല സ്ഥലങ്ങളിലല്ലേ പോവുക. അവർ നല്ലൊരു ലേഡിയായിരുന്നു. അവരെന്നിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഫിനാൻസ് നല്ലപോലെ കൈകാര്യം ചെയ്യും. നല്ലൊരു ഫ്ലാറ്റ് വാങ്ങിക്കുകയാണ് ബോംബെയിൽ. അവർക്ക് പിന്നെ ആ ബോംബെയിൽ ഫ്ലാറ്റ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് നല്ലൊരു പൈസ ആവുമല്ലോ. അപ്പോൾ ഇവരുടെ സ്വന്തം സ്ഥലം ഗോവയാണ്, ഈ എയർ ഹോസ്റ്റസിൻ്റെ സ്ഥലം ഈ പറഞ്ഞ ആളുടെ സ്ഥലം. അപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടും അവർ കമ്പാറ്റബിളായി പെട്ടെന്ന്. അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചൂസ് ചെയ്തത്. അപ്പോൾ ഈ മകളും എപ്പോഴും ഇവരുടെ കൂടെയൊക്കെ ചെന്ന് താമസിക്കാൻ തുടങ്ങി. അവർക്കും വേറെ കുട്ടികളൊന്നും ആയില്ല. പിന്നെയും ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ബിസിനസ് മാൻ്റെ ബിസിനസ് മുഴുവനും കിടകിടകിടകിടേന്ന് തകരുകയാണ്. അതിന് എന്താണ് ഒരു റീസൺ എന്ന് അവലോകനം ചെയ്ത് വന്നപ്പോൾ ആക്ച്വലി ഈ മനുഷ്യൻ ഒരു വുമനൈസർ ടൈപ്പ് ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ഡിവോഴ്സിയോ അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചതോ ഒക്കെ അവർ ഒരു ഏജൻസി നടത്തുമായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ ഇയാൾ ഫിനാൻഷ്യലി ഒക്കെ ഹെൽപ്പ് ചെയ്യും, എന്നിട്ട് ഹി വിൽ ടേക്ക് അഡ്വാൻറ്റേജ്. ഇങ്ങനെയായിരുന്നു അത്. ഇവർ കണ്ടിട്ട് കാണാതിരുന്നതാണോ അതോ അവർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് സത്യമാണോ എന്നറിയില്ല. പക്ഷേ അവർക്കത് പിടികിട്ടി കാണുമായിരിക്കും. അവസാനം അവർ ഈ ജോലി തീർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് 55 കഴിഞ്ഞ് കഴിയുമ്പോൾ നിൽക്കുമല്ലോ, അവർക്ക് പിന്നെ ഫ്ലൈ ചെയ്യാനും പറ്റില്ലല്ലോ, അവർക്ക് വെയിറ്റ് കൂടും, അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കുറേ മാനദണ്ഡങ്ങളുണ്ട് ഈ എയർ ഹോസ്റ്റസിനൊക്കെ. അപ്പോൾ ഹൈലി പെയ്ഡായിരുന്നവർ പെട്ടെന്ന് പേ ഇല്ലാതാവുമ്പം എന്ത് ചെയ്യും നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സും കുളമായി. പിന്നെ ബിസിനസ്സിന് ഇവരെന്തോ സെക്യൂരിറ്റിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സ്വന്തമായിട്ട് വേറെ ഫ്ലാറ്റ് ഉണ്ട് അന്ധേരി എന്നെന്തോ പറഞ്ഞ സ്ഥലത്ത്. അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഫ്ലാറ്റും ബാങ്കുകാരെടുക്കാൻ പോവാണെന്ന് അറിഞ്ഞു. അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു ഇവരിത്ര നല്ല പോലെ 40 വയസ്സ് വരെ ജീവിച്ചിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർക്ക് ആകെ കൂടെ പിന്നെ ബാക്കി വന്നത് ഈ ലോണും അതൊക്കെ ഉണ്ടായി കാണുമല്ലോ, EMI ഒക്കെ എടുത്തല്ലേ വന്നത്. ഈ അന്ധേരിയിലുള്ള ഫ്ലാറ്റ് മാത്രമാണ് ഇവരുടെ സ്വന്തം ഫ്ലാറ്റ് മാത്രമാണ്. അത് ഏത് സ്ഥലം ഞാൻ മറന്നു. ഇദ്ദേഹത്തിൻ്റെയാണ് അന്ധേരിയിലുണ്ടായിരുന്ന ഫ്ലാറ്റ്. അദ്ദേഹം അതിൻ്റെ മുകളിൽ കടമായിരുന്നു. അവസാനം അത് തീർന്നു. പിന്നെ ഇവരെന്ത് ചെയ്തു എന്നറിയോ, ഈ ലേഡി ഗോവൻ ആണല്ലോ, അവർക്ക് അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് ഒരു ചെറിയ ഇങ്ങനെ ഗോവൻ ടൈപ്പ് ഹൗസസ് ഒക്കെയാണ് അവർക്ക്. ഇവർ നല്ല ബുദ്ധി. ഞാൻ ഈ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ഫിനാൻഷ്യൽ അച്ചടക്കത്തെ പറ്റി പറയാനാണ്. അവർ പിന്നെ ഇതൊന്നും ബോദർ ചെയ്തില്ല കേട്ടോ. അവരതിനെപ്പറ്റി അവർ ഡിവോഴ്സിനെ പറ്റിയും ചിന്തിക്കാൻ പോയില്ല, ഒന്നും ചിന്തിക്കാൻ പോയില്ല. അവരൊന്നും മിണ്ടാതെ അവരുടെ ആ ഫ്ലാറ്റ് വിറ്റ് കിട്ടിയ തുക
അവർ തിരിച്ചു വന്നു. ഗോവയിൽ കൊണ്ടുവന്ന് അവർ ഒരു 1-2 ഇങ്ങനെ ചെറിയ ഇങ്ങനെ വെക്കേഷൻ ഹോംസിനൊക്കെ കൊടുക്കില്ലേ, അതുപോലെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആ ചെറിയ അവരുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ മറ്റ് 2 പ്രോപ്പർട്ടി അവർ വാങ്ങിച്ചിട്ടില്ലേ, കാരണം ഗോവൻസിന് മാത്രമേ വാങ്ങിക്കാവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു. ഇങ്ങനെ സൗത്ത് ഗോവ, നോർത്ത് ഗോവ അങ്ങനെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരത് അവർ യൂസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിനാൻസിനെ പറ്റി പറയണം ചേച്ചി എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കഥ പറഞ്ഞത്. പിന്നെ ആ ഹസ്ബൻഡ് ഒരുപാട് പ്രായമൊക്കെ ആയി, അതുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ ഒന്നും നടന്ന അദ്ദേഹത്തിനെ ഒന്നും മാറ്റാനോ പിടിക്കാനോ ഒന്നും അവർ പോയില്ല. അയാൾ അവിടെ തന്നെ ബോംബെ തന്നെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് റെന്റഡ് ഇതായിട്ട് മാറി. അയാളുടെ മകളെ വിവാഹം കഴിച്ച് പോയെന്ന് തോന്നുന്നു, അതറിയില്ല. ഈ ലേഡീനെ ഞാൻ ഗോവയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പരിചയപ്പെട്ട. ഞാൻ ഗോവയിൽ പോയിട്ടില്ല കേട്ടോ. മീൻസ് ഞാൻ ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ ഗോവ ചെറുപ്പത്തിലേ എൻ്റെ സ്കൂളിൽ നിന്ന് പോയപ്പോൾ ഒരു ടൂറിന് പോയത്, അല്ലാതെ ഞങ്ങൾ ഗോവയിൽ പോയിട്ടില്ല. ഞാൻ പഠിച്ചതേ മാംഗ്ലൂരിലാണ്, ബട്ട് സ്റ്റിൽ അങ്ങോട്ട് ഞാൻ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഗോവയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവരെ കണ്ടത്. ഇവരെ എനിക്ക് നേരത്തെ പരിചയമുണ്ട് ചെന്നൈയിൽ വെച്ചിട്ട്. അങ്ങനെ എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ കാണുകയാണ് ഇവരെ, ചെന്നൈയിലെ എയർപോർട്ടിൽ വെച്ചിട്ട്. അങ്ങനെ അപ്പോൾ അവർ പെട്ടെന്ന് ഞാൻ ഇവയാളുടെ കാര്യമൊക്കെ ചോദിക്കുന്നു, എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് പോവാണ്, ഇങ്ങനെ ഞാനിത് ഓൾമോസ്റ്റ് വിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ, കാരണം ഞാൻ ആദ്യം കുറേ നാൾ മുമ്പ് വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു എയർ ഹോസ്റ്റസ്, അങ്ങനെ ഞങ്ങൾ കോമൺ ഫ്രണ്ട്സ് ആയതായിരുന്നു ഈ ഇവരുമായിട്ട്. അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു, ഞാൻ അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രായമായില്ലേ, അച്ഛനും അമ്മേനെ നോക്കണ്ടേ. അമ്മയും അച്ഛനൊക്കെ ഒക്ടോജനേറിയൻസ് ആണ്, അതായത് 80 വയസ്സിന് മുകളിലുള്ളതാണ്. സി വെൻ ഐ എം ടോക്കിംഗ് സംതിങ് ഐ ജസ്റ്റ് വോണ്ട് ടു ഈവൻ സ്പെസിഫൈ ദാറ്റ് സർട്ടൺ വേർഡ്സ് ഐ വിൽ യൂസ് ഇൻ ഇംഗ്ലീഷ്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്യണതാട്ടോ, കാരണം എന്നെ കേൾക്കുന്നവർക്ക് അതിൽ നിന്നും 1-2 ടേക്ക് അവേസ് നല്ലതല്ലേ, എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ അന്നേരം നിങ്ങൾ ചിന്തിക്കും, വാട്ട് ഇസ് ഒക്ടോജനേറിയൻ, അയ്യോ ഞങ്ങൾ മറന്നുപോയല്ലോ, അപ്പോൾ പോയി നോക്കും അല്ലേ. ബിക്കോസ് കുറേ നാളായിട്ടുണ്ടാവില്ലേ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ചിലരൊന്നും കേൾക്കണ പോലും ഉണ്ടാവില്ല ഒന്നും. സോ ദാറ്റ് ഈസ് വൈ ഐ എം യൂസിങ് ഇറ്റ്, അല്ലാതെ പൊങ്ങച്ചത്തിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ. സമ്മൺ വാസ് ടെല്ലിങ് മീ ജസ്റ്റ് യൂസ് ഓൺലി മലയാളം ഓർ ഓൺലി ഇംഗ്ലീഷ്, അങ്ങനെ ആരോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ, ഇത് രണ്ടും കൂടെ മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോഴല്ലേ അവർക്ക് മനസ്സിലാവുക. ഐ ജസ്റ്റ് യൂസ് വൺ വേർഡ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദെൻ ഐ ടെൽ വാട്ട് ഇറ്റ് ഈസ് മെൻറ്റ്. അത് നല്ലതല്ലേ, നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുമോ അത് നല്ലതാണോ എന്ന്. അപ്പോൾ ഈ ഒക്ടോജനറിയൻ ആയിട്ടുള്ള പേരൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി അവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ വരുമാനവും ഉണ്ട്, അവരുടെ വീടും ആണ് അവിടെ അല്ലേ. അപ്പോൾ അന്ന് ചെറുപ്പം മുതലേ ആ സമ്പാദ്യശീലം വളർത്തി EMI ഒക്കെ കെട്ടി അവരാ കിട്ടിയ പൈസ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടല്ലേ. അതല്ല വെറുതെ പോയിട്ട് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നിരുന്നെങ്കിലോ, മേക്കപ്സും അതും ഇതും മേടിച്ച് കഴിഞ്ഞ് അവർക്ക് അതും വേണം, പക്ഷെ അതിനൊക്കെ അവർക്ക് അലവൻസ് ഉണ്ടായിരുന്നു. എല്ലാം വളരെ ശ്രദ്ധിച്ച് അവർ ചെയ്യുള്ളായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു ടിപ്പാണ്. അവർ പറഞ്ഞു, അപ്പം ഞാൻ ഈ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ, പക്ഷെ എത്രയാ സമ്പാദിച്ചുകൊണ്ടിരുന്നത് അതൊന്നും നമ്മൾ ആരോടും ചോദിക്കാൻ പാടില്ല കേട്ടോ. നെവർ ആസ്ക് എനി വൺസ് സാലറി, അത് ഭയങ്കര മോശമാണ് കേട്ടോ, അത് ചോദിക്കാൻ പാടില്ല. നമുക്കറിയാലോ ഒരു എയർ ഹോസ്റ്റസ് ഒക്കെ അന്നൊക്കെ എത്രയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ നമുക്കറിയാലോ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ നമുക്കറിയാം ഇത്രയായിരിക്കും അവർക്ക് കിട്ടുന്നത് എന്നല്ലേ. പക്ഷേ ഈ പ്രൈവറ്റ് ഇപ്പോൾ എയർലൈൻസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ഡിഫർ. ലൈക്ക് ഇപ്പോഴാണ് ഈ ഇൻഡിഗോയും അതൊക്കെ വന്നത്. അന്ന് എയർ ഇന്ത്യയിലൊക്കെ എത്ര കിട്ടണമെന്നുള്ളതൊക്കെ നമുക്കറിയായിരുന്നു. ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ UK ലണ്ടനൊക്കെയാണ് അവർ ഫ്ലൈ ചെയ്യാറ്. ഞാൻ അവരെ കാണാറുണ്ട് എപ്പോഴും. കോമൺ ഇതിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴൊക്കെ അവർ വളരെ നല്ല ഒരു ടൈപ്പ്. അപ്പോഴേ ഞാൻ ഇവരെ ഇങ്ങനെ നോക്കുമായിരുന്നു, വെൽ ഗ്രൂംഡ് ആണല്ലോ എന്ന് എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ഇവരുടെ ഒരു ഫ്രണ്ടിൻ്റെ കഥ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നേരത്തെ. പോയി എല്ലാവരും സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കട്ടെ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന്. ഓർമ്മ തന്നെ ഒരു താഴെ കമൻറ്റ് ചെയ്തോളൂ. ഈ പറഞ്ഞ ആളുകൾ ആരും ഇത് കാണാൻ പോകുന്നില്ല, ബിക്കോസ് അവരൊന്നും നമ്മുടെ മലയാളം മനസ്സിലാകുന്ന ആൾക്കാരല്ല. ഒരാൾ ഈ ഗോവൻ തുളുവാണ് സംസാരിക്കുന്നത്, തുളു ആൻഡ് ഇംഗ്ലീഷ്, ബിക്കോസ് അവർ വേറെ ഒരു വിഭാഗമായതുകൊണ്ട്. പിന്നെ മറ്റ് ഞാൻ ആ കഥ പറഞ്ഞവർ ഇത് കാണുന്ന ആളേ അല്ല, അങ്ങനത്തെ ഈ പാർട്ടി. നേരത്തെ ഒരു കഥയിൽ ഞാനൊരു എയർ ഹോസ്റ്റസിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ആ എയർ ഹോസ്റ്റസിൻ്റെ ഫ്രണ്ടാണ് ഈ എയർ ഹോസ്റ്റസ്. വേണമെങ്കിൽ പോയി നോക്കൂ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. കുറച്ച് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ ചെയ്യട്ടോ.
അത് ഏത് കഥയാണ്, ഏത് ടൈറ്റിലാണെന്ന് ഞാൻ പറയാം. ഡോണ്ട് ഇഗ്നോർ ദ യൂണിവേഴ്സ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അത് അവർ വഴിയാണ് ഞാൻ ഇവരെ എനിക്ക് അറിയാവുന്നത്. മീൻസ് കോമൺ ഫ്രണ്ട്സാണ് അവർ. അങ്ങനെ ഇവരുടെ ഇതിലൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും കേട്ടോ. അപ്പോൾ നമ്മൾ കഥകളൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എമ്മയുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരെപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ വളരെ ശ്രദ്ധിച്ചേ അവർ ചെയ്യുള്ളൂ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എയർ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇത് കിട്ടും, യൂണിഫോം കിട്ടും. സാരീസും അതും ഇതിനൊക്കെ യൂണിഫോം കിട്ടും, അലവൻസ് കിട്ടും. പിന്നെ ആ സാരി അവിടെ നിന്നേ മേടിക്കാവുള്ളൂ, തയ്ക്കാവുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ യൂണിഫോം സെറ്റപ്പിൽ അവരുടെ ഇത് കഴിഞ്ഞു പോകും. പിന്നെ എന്തോ വേണ്ടത്? ഒരു ജീൻസും 2-3 ടീഷർട്ട്സും അല്ലേ, പിന്നെ കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ ഒരു മേ ബി ഫോർമൽ ഡിന്നേഴ്സിനൊക്കെ പോകാനായിട്ടുള്ള സ്കേർട്ടും അങ്ങനത്തെയൊക്കെ. അവർ പറയാണ് അവർ ഹൈ എൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉള്ള നല്ല നല്ലത് ഹൈ എൻഡ് എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ആയിരിക്കും അവരുടെ സൂട്ടോ അല്ലെങ്കിൽ ഷർട്ടൊക്കെ അവരങ്ങനെ വാങ്ങിച്ചു വയ്ക്കും. എന്നിട്ട് അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമെന്ന്. ഇത് ബ്ലാക്ക് ആയിരിക്കും അധികം ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി നല്ല കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഭയങ്കര നമുക്കങ്ങ് മതിപ്പ് തോന്നുമായിരുന്നു കേട്ടോ അവരുടെ ഇതിൽ. അതുകൊണ്ടാണ് അവർ പാനിക് ആവാതിരുന്നതേ. ആ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് പോലും അവർ പാനിക് ആയോ എന്ന് നോക്കി, അവർ പാനിക് ആയേ ഇല്ല. അവർ പറഞ്ഞ അത് ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. നമ്മൾ പിന്നെ അവരെയും കുറ്റം പറയണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സമയത്ത് അതുപോലെ തന്നെ കറങ്ങി നടന്നിട്ടുണ്ടല്ലോ. പൈസയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന സമയത്ത് അതുപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ വാട്ട്സ് എ പ്രോബ്ലം? അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം. നല്ല ഒരു കോൺസെപ്റ്റാണല്ലേ അത്, നല്ലൊരു ചിന്തയാണല്ലേ അത്. എല്ലാവരും ഞാൻ വേറെ ചിലരെയും കണ്ടിട്ടുണ്ട്. ഭർത്താവിനെ ഇങ്ങനെ ബിസിനസ്സൊക്കെ തകർന്നടിഞ്ഞ് പോയി കഴിയുമ്പോൾ ഓടും. അവനവൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് എൻ്റെ സ്വർണ്ണം എടുത്തത് ഇങ്ങ് കൊണ്ടുത്താ, എൻ്റെ കാറ് വിറ്റത് താ, ഇത് തന്നെ പറയുന്ന കുറേ ആളുകളുണ്ട്. നോക്കൂ, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇന്നിട്ടത് അർദ്ധനാരീശ്വര സങ്കല്പത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ അർദ്ധനാരി എന്ന് പറയുമ്പോൾ നിൻ്റെ പകുതി പെണ്ണ് എന്ന് ഉള്ള അർത്ഥത്തിൽ മാത്രമല്ല അത് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അർദ്ധനാരീശ്വരനെ പോലെ ആയിരിക്കണം. അതായത് വേർപിരിയാൻ പറ്റാത്ത തരത്തിൽ മനസ്സുകൾ കൊണ്ടെങ്കിലും ഇഴയടുപ്പം ഉണ്ടായിരിക്കണം എന്നാണ് കേട്ടോ. അതെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഹസ്ബൻഡൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യാൻ ഉള്ള സാഹചര്യമുണ്ട്. പെൺകുട്ടികൾക്ക് അതില്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു അലവൻസ് വീട്ടിലേക്ക് കൊടുക്കേണ്ടതാണ് അല്ലേ? കാരണം വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും. കുട്ടികൾക്ക് പല 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 ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. സ്കൂൾസ് ആണെങ്കിൽ അതിൻ്റെ പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കും. സോ ഒരു ഫിനാൻഷ്യൽ എന്താ പറയുക, ഫിനാൻഷ്യൽ സന്തുലിതാവസ്ഥയ്ക്ക് ബാലൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് വൈഫിനെ കൂടെ പങ്കാളിയാക്കണം. കാരണം വൈഫ് ഷുഡ് നോ ഹൗ മച്ച് ഹസ്ബൻഡ് ഇസ് ഏർണിങ് ആൻഡ് എത്ര എനിക്ക് ചിലവാക്കാൻ പാടുണ്ട്, അദ്ദേഹത്തിന് പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മൾ. വി ഷുഡ് നെവർ എവർ ഹൈഡ് എനിത്തിങ് ആൻഡ് ബൈ. അതായത് ഒളിച്ചു വെച്ചിട്ട് മേടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഫിനാൻഷ്യൽ തകരാറിലായി പോകും. അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് സം കൈൻഡ് ഓഫ് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിട്ട് അതിൽ നിന്നുള്ളത് തന്നെയാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ബാലൻസ് വിൽ നോട്ട് എന്താ പറയുക പോകത്തില്ല. ഇപ്പോൾ ഇവരുടെ ഈ കഥ എന്തായെന്ന് നോക്കൂ. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ആ സമയത്ത് അവരുടെ ആ വീട് അവർ ഡെറ്റ് ഫ്രീ ആയിട്ട് ആ വീട് വെച്ചു. അതിൽ നിന്നൊരു ഹ്യൂജ് എമൗണ്ട് കോടികൾ കിട്ടി കാണും. അതുകൊണ്ട് അവർ ഇവിടുന്ന് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്ത് അവർ ജീവിക്കുന്ന കണ്ടോ. ഇതൊക്കെ നമ്മൾ പാഠമായിട്ട് ഉൾക്കൊള്ളണം. ആ പാഠത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം ജീവിതം എങ്ങനെ വേണമെങ്കിലും വഴിത്തിരിവിൽ വരാം അല്ലേ. ഇന്നലെ ഞാനൊരു നേഴ്സിൻ്റെ കഥ പറഞ്ഞില്ലേ, വർഷങ്ങളോളം അമേരിക്കയിൽ പണിയെടുത്തിട്ട് ലാസ്റ്റ് 60-65 വയസ്സായപ്പോൾ ഹസ്ബൻഡ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയ കഥ. അപ്പം അങ്ങനെയും സംഭവിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അകാലമായിട്ടുള്ള മരണങ്ങൾ സംഭവിക്കുക അല്ലേ. ആരും ഇതൊന്നും ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ചിന്തിക്കാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ പെട്ടെന്ന് ഈ ഭാര്യയ്ക്ക് ഫിനാൻസ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങേര് കൊടുക്കണ പൈസ മുഴുവനും അടിച്ച് ചിലവാക്കി അയ്യോ ഞാനിന്ന് നാളെ മരിച്ചു എന്നുള്ള മട്ടിൽ ജീവിച്ചാലുണ്ടല്ലോ, മരിച്ചു പോയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ കൂടെ ചിന്തിക്കണ്ടേ. ഇത്ര % നമ്മൾ എന്തായാലും അടിച്ചു പൊളിക്കണം, അത് വേണം. അതായത് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. പക്ഷേ ഈ വസ്ത്രങ്ങൾ അങ്ങ് കുമിഞ്ഞും കൂടരുത് കേട്ടോ. അത് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് ധരിക്കുക.
പിന്നെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്യുക, ഇതിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കണം. അത് ചിലവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എപ്പോഴും കൂറയായിട്ടിരിക്കരുത്, ഇടയ്ക്കിടയ്ക്കൊക്കെ ആവാം. എന്നെ കാണാറില്ല, ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വരും, ചിലപ്പോൾ ഞാൻ ഒരു ഭംഗിയില്ലാതെ വരുമല്ലേ. പക്ഷെ ഭംഗി എപ്പോഴും നല്ലത് തന്നെയാണ്. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ അല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമാണ്, കുറച്ച് പേര് കാണുന്നുള്ളെങ്കിലും അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. സോ ഫിനാൻസിനെ പറ്റി കൂടെ പറയണേ ചേച്ചിന്ന് ഒരാൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഐ എം ടെല്ലിങ്, ആദ്യം മുതൽ ഒരു 10,000 രൂപയാണ് ഹസ്ബൻഡ് നിങ്ങളുടെ കയ്യിൽ തരുന്നതെങ്കിൽ, നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ അതിൽ നിന്ന് 2,000 രൂപയെങ്കിലും നിങ്ങൾ നീക്കി വെക്കുക. അല്ലാതെ എത്രയെങ്കിലും പറ്റുന്നത്ര അങ്ങോട്ട് നീക്കി വെച്ച് നോക്കൂ. ഒരു വർഷമാകുമ്പോഴേക്ക് 20,000 25,000 രൂപയായിട്ടുണ്ടാവും കയ്യിൽ. അത് ആക്ച്വലി SIP എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ കുറേ ആവും. അത് ആ 25 എന്നുള്ളത് ഒരുപാടായിട്ടുണ്ടാവും, ലൈക്ക് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റൊക്കെ. അപ്പം നല്ല ഷെയറിൻ്റെ നല്ല മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ നോക്കുക, അതിനൊരു ഫിനാൻഷ്യൽ ഗുരുവിനെ കണ്ടുപിടിക്കുക. അറിയാൻ വയ്യാത്തവർ അത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റും ഇല്ലല്ലോ. നമ്മൾ അവർക്ക് ഒരു പെർസെൻറ്റേജ് പോകുമെന്നും പറഞ്ഞ ആൾക്കാർ ഗുരൂസിൻ്റെ അടുത്ത് പോകാതൊക്കെ ഇരിക്കും. അങ്ങനെയല്ല, നമുക്ക് അറിയില്ലല്ലോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഡു ഓൾ ദോസ് തിങ്സ്. എപ്പോഴും നമ്മുടെ വരുമാനം, നമ്മളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ സമൂഹത്തിൽ. പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഹാപ്പിനെസ് തോന്നുള്ളൂ. എന്നാൽ പൈസയാണോ എല്ലാം എന്ന് വെച്ചാൽ പൈസ തന്നെയാണ് എല്ലാം കേട്ടോ. ചിലർ പറയും ഓ കാശാണോ എല്ലാം. അതെ, പൈസ തന്നെയാണ് എല്ലാം. പൈസ ഇല്ലാതെ നമുക്ക്, ക്യാഷ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് ഒരു മന്ത്രമാണ് കേട്ടോ. നമ്മളുടെ മനസ്സിൽ ഉള്ള പൈസയെ പറ്റിയിട്ടുള്ള അബദ്ധധാരണയാണ് കാശാണോ എല്ലാം. അല്ല എന്ന് നമ്മൾക്ക് പണ്ട് ആൾക്കാർ പറയില്ല, അങ്ങനെയല്ല. പൈസ തന്നെ വേണം എല്ലാത്തിനും. പൈസയാണോ എല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓ കാശുള്ളവന് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ ദരിദ്രനായിട്ട് ജനിക്കുന്നത് നിങ്ങളുടെ കുഴപ്പമല്ല, പക്ഷെ ദരിദ്രനായിട്ട് മരിക്കുന്നത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണ് അല്ലേ. ഇന്നൊക്കെ എത്ര ഫിനാൻസ് ഗുരൂസ് ഉണ്ട്, എന്തോരം അഡ്വൈസേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ഈ കോട്ടൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതല്ലേ, ഈ ദരിദ്രം എന്ന് പറഞ്ഞത്. ദാരിദ്ര്യം മാറ്റാൻ നമ്മൾ തന്നെ ഇറങ്ങി പുറപ്പെടണം എന്നുള്ളത്. അതുകൊണ്ട് ദാരിദ്ര്യമില്ലെങ്കിലും, ഇന്നത്തെ കാലത്ത് ആർക്കും ദാരിദ്ര്യമൊന്നുമില്ല, പക്ഷെ ഒരു ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്, നമ്മളുടെ മനസ്സിൻ്റെയും കുഴപ്പമാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെയും കുഴപ്പമാണ്. മണി നമ്മളുടെ അടുത്തേക്കും വരണമെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അത് കിട്ടുമ്പോൾ പ്രസാദ ബുദ്ധി എന്ന് പറയില്ലേ, കയ്യിലിങ്ങനെ നമ്മൾ പ്രസാദം മേടിക്കണേ ഇങ്ങനെയല്ലേ മേടിക്കുള്ളൂ. അതുപോലെ തന്നെയായിരിക്കണം പൈസ കൈകാര്യം ചെയ്യുമ്പോൾ, പ്രസാദ ബുദ്ധിയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യണം. എൻ്റെ ബ്രദറൊക്കെ എന്നോട് പണ്ട് എപ്പോഴും പറയുന്നത്, ചേച്ചിയുടെ സാലറി കിട്ടുമ്പോൾ മുഴുവൻ ചേച്ചി എന്തുവാ ഈ ഗോൾഡ് മേടിച്ചും സാരി മേടിച്ചും കളയണേന്ന്. ഞാൻ സാരി മേടിച്ച് കളയുകയല്ലായിരുന്നു, സാരി മേടിച്ച് ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ അങ്ങനെയാണ് പറയുക. ഗോൾഡ് വാങ്ങിച്ചത് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണെന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. എനിക്കത് അലങ്കാരമായിട്ട് ധരിക്കാനും പറ്റി, പിന്നെ അത് എനിക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്തു. അത് തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന, അതായത് നമുക്കറിയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് പേടിയില്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലേ ഗോൾഡ്. സന്തോഷം തരുന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ടാണല്ലോ അതിന് ഇത്രയും വില കൂടുന്നത്. ഒരു ഹെഡ്ജിങ് എഫക്റ്റ് എപ്പോഴും ഉണ്ടാവും. ഒരു വീട്ടിൽ കുറച്ച് ഗോൾഡ് ഉണ്ടെങ്കിൽ അതിന് നമുക്കൊരു കരുത്തുണ്ടാവും എപ്പോഴും. അയ്യോ പെട്ടെന്ന് പണ്ടത്തെ പോലെ ഈ ഒരുപാട് പറമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് പണ്ട് കണ്ടിട്ടില്ലേ ഇങ്ങനെ. ഇപ്പോഴാണ് പറമ്പിനൊക്കെ പിന്നെയും വിലയായത്. ഗോൾഡിനായിരുന്നു വില കൂടുതൽ പറമ്പിനേക്കാളും. ഒരു തരുണത്തിൽ പറമ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ നൂലാമാലകളാണ്. അന്ന് ഇങ്ങനെയൊന്നും കിട്ടുകയുമില്ല. ലോണൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സർക്കാർ ഉദ്യോഗം വേണം, അങ്ങനെയൊക്കെയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അച്ഛനൊക്കെ സാലറിയും ഇതൊക്കെ ഉള്ളതല്ലേ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലേ. എത്രമാത്രം പോയി, എത്ര സ്ഥലത്ത് പോയിട്ട് ഒക്കെയാണ് ആ ലോൺ പാസ്സായി കിട്ടി അത് കൊണ്ടുവന്ന് ഗോൾഡ് മേടിച്ച് കൊടുത്തതെന്ന് അവർക്ക്. കാരണം അന്നൊന്നും സ്ഥലം വിറ്റാൽ പോലും മാത്രം ഗോൾഡ് മേടിക്കാൻ പറ്റൂലായിരുന്നു. ആ ഒരു കല്യാണം നടത്താൻ ഒരു 10-30 പവൻ വേണമെങ്കിൽ പോലും 30 സെൻറ്റ് വിറ്റാൽ പോലും 30 പവൻ മേടിക്കാനുള്ള കാശ് കിട്ടില്ലായിരുന്ന ഒരു തരുണം ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ.
എന്താണെന്ന് നോക്കൂ, ആ ഒരു മെറ്റലിന്റെ പവർ നോക്കൂ. അന്ന് അതുകൊണ്ട് എന്താ ഉപകാരം എന്ന് ചോദിച്ചാൽ, വെറുതെ ഇങ്ങനെ ഇട്ട് നല്ല ഭംഗിയിലൊക്കെ നടക്കാം. അപ്പൊ സിൽവർ ഇട്ടാ ഭംഗിയില്ലേന്ന് വെച്ചാൽ സിൽവർ ഇട്ടാലും ഭംഗിയില്ലേ? ഉണ്ട്. പക്ഷെ ഈ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റലിന് അന്ധകാലം മുതലേ ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറച്ച് മേടിച്ചു വെച്ചോളൂ. നമ്മുടെ എയർ ഹോസ്റ്റസ് ചേച്ചിയെ പോലെ EMI ആണെങ്കിലും കെട്ടി ഒരു വീട് വാങ്ങിച്ചോളൂ. എത്രയും നേരത്തെ വാങ്ങിക്കാൻ പറ്റുന്നോ അത്രയും നല്ലത്. കാരണം വാഴ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല, അല്ലേ? അപ്പോൾ വാഴ തെരിഞ്ചാൽ വാഴലാമേ വഴിയായില്ല ഭൂമിയിലെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 വരിയുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സും, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് നവീന, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറയുമായിരുന്നു ഇത്. കാരണം നമുക്ക് ചെറിയ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഞാനിങ്ങനെ പറയും വാഴ തെരിഞ്ചാൽ വാഴലാമേ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി നെക്സ്റ്റ് 2 സെൻറ്റൻസ് പാടും വഴിയായില്ലേ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ അറിയാമെങ്കിൽ വഴിയാണോ ഇല്ലാത്ത ഭൂമിയിൽ ജീവിക്കാനായിട്ട് നമ്മൾ വഴിയും കണ്ടുപിടിക്കും, വഴി വെട്ടിത്തെളിക്കും. അതിനാണ് നമ്മൾക്ക് ബുദ്ധി, 5 തരത്തിലുള്ള നമുക്ക് തീക്ഷ്ണമായിട്ടുള്ള 5 സെൻസസ് നമുക്കുണ്ട് അല്ലേ? സോ അത് ഉപയോഗിക്കുക, ബുദ്ധി ശരിക്കും ഉപയോഗിക്കുക. എനിക്ക് ഇന്ന് ഞാൻ ആ എയർ ഹോസ്റ്റസിൻ്റെ കാര്യം ആലോചിച്ചേ ഉള്ളൂ. അവരുടെ ആ ബുദ്ധിപരമായ നീക്കം കൊണ്ട് അവരിന്ന് എത്ര സുഖമായിട്ട് ജീവിക്കുന്നു അല്ലേ? ഗോവയിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ എനിക്ക് അവരെ ഒന്ന് കാണണം. അവരുടെ നമ്പറൊന്നുമില്ല, ഇനിയിപ്പോൾ തപ്പിയെടുത്ത്. ഇന്നാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇന്ന് എന്ത് സ്റ്റോറിയാണ് പറയേണ്ടത്, ഇന്ന് ഫിനാൻസിനെ പറ്റി പറയണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കേട്ട് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുക. ഓക്കെ, താങ്ക് യു. നാളെ വരുന്നതായിരിക്കും.